നമ്മളീ ചെയ്യുന്നത് തെറ്റാണോ അരുൺ? മനസ്സിനെയും ശരീരത്തെയും ചൂട് പിടിപ്പിച്ച ഉന്മാദപൂർണമായൊരു കൂടിച്ചേരലിൻ്റെ അവസാനം രോമനിബിഡമായ അവൻ്റെ നെഞ്ചിൽ തല ചായ്ച്ച് അവനെ ഇറുക്കി പുണർന്നുകൊണ്ട് വിനീത അരുണിനോട് ചോദിച്ചു, എന്ത് തെറ്റ്? ഇനിയിപ്പോൾ തെറ്റാണെങ്കിൽ തന്നെ ഇതൊക്കെ ചെയ്യാത്ത പുണ്യാളന്മാർ ആരായിപ്പോ? അത് പറഞ്ഞ് അവളുടെ തൊണ്ടിപ്പഴം പോലെ ചുവന്ന ചുണ്ടിൽ വീണ്ടും ചുണ്ടുകൊണ്ട് ചേർത്തു അരുൺ. വീണ്ടും അവളിലേക്ക് അലിഞ്ഞു. കൊതിയൻ എന്ന് പറഞ്ഞവനെ തള്ളി മാറ്റിക്കൊണ്ട് എണീറ്റു മാറാനൊരു ശ്രമം നടത്തിയെങ്കിലും അവൻ്റെ ബലിഷ്ഠമായ കൈകൾ അപ്പോഴേക്കും അവളെ ചുറ്റി വരിഞ്ഞിരുന്നു. അല്ല, എന്താ എൻ്റെ വിനിക്കുട്ടിക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാൻ? ആരെങ്കിലും വല്ലതും പറഞ്ഞോ എൻ്റെ കുട്ടിയോട്? അതോ വല്ല സദാചാര കഥകളും വായിച്ചോ? പൊട്ടിച്ചിരിച്ചുകൊണ്ടവൻ ചോദിച്ചു. ഒന്ന് പോവരുൺ, അവൾ ഗർവിച്ചു. മഹിയേട്ടനോട് തെറ്റ് ചെയ്യുകയാണോ എന്നൊരു കുറ്റബോധം ചിലപ്പോഴൊക്കെ മനസ്സിലേക്ക് വരുന്നു. മോളെ മഹിയേട്ടൻ്റെ അമ്മയെ ഏൽപ്പിച്ചു. കൂട്ടുകാരിയുടെ വിവാഹത്തിനെന്ന് പറഞ്ഞു പോന്നപ്പോൾ ഞാനും വരട്ടെ എന്ന് ചോദിച്ചവളൊന്ന് ചിണുങ്ങി. ആകെ കിട്ടുന്ന സൺഡേ അമ്മയ്ക്ക് എൻ്റെ കൂടെ ഇരുന്നൂടെ എന്ന് പരിഭവിച്ചപ്പോൾ എൻ്റെ മനസ്സൊന്ന് പതറി. പിന്നെ മഹിയേട്ടൻ ഫോൺ ചെയ്ത് സമാധാനിപ്പിച്ചപ്പോഴാണ് അവളൊന്നടങ്ങിയത്. സത്യത്തിൽ കുറ്റബോധം കൊണ്ട് ഉരുകിപ്പോയി ഞാൻ. അവരെയൊക്കെ ചതിക്കുകയാണ് ഞാനെന്ന് തോന്നൽ. തെറ്റല്ലേ അരുൺ ഞാൻ ചെയ്യുന്നത്? ഞങ്ങൾക്കായി മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന മഹിയേട്ടനെയും ഒന്നും അറിയാത്ത എൻ്റെ കുഞ്ഞിനെയും വഞ്ചിക്കുകയല്ലേ ഞാൻ? ഒന്ന് നിർത്തുന്നുണ്ടോ നീ? നിന്നോടാണ് സ്നേഹമെങ്കിൽ അയാൾ നിന്നെ ഇവിടെ തനിച്ചാക്കി അവിടേക്ക് പോകുമോ? പിന്നെ അയാളും അവിടെ ഇതൊക്കെ തന്നെ അല്ല ചെയ്യുന്നതെന്ന് ആര് കണ്ടു? അരുൺ പ്ലീസ്, വേണ്ട. ആകെ ഇങ്ങനെ ഒത്തുകിട്ടുന്നത് വല്ലപ്പോഴുമാണ്. അപ്പോൾ ഓരോന്നുമായി വന്നോളും മൂട് കളയാൻ, അവൻ പരിഭവിച്ചു. അവൻ്റെ പരിഭവം അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കൊക്കുരുമി അവൻ്റെ പിണക്കം തീർത്ത ശേഷം ഗാഠനിദ്രയിലായിപ്പോയ അവൻ്റെ കരവലയത്തിൽ നിന്ന് മെല്ലെ അടർന്നു മാറി അവൾ ഷെവറിനടിയിൽ ചെന്നു നിന്നു. എത്ര വെള്ളം വീണിട്ടും തണുക്കാത്ത മനസ്സുമായി അവൾ റൂമിലേക്ക് ചെന്നു. ബാഗ് തുറന്ന് അരുണിൻ്റെ ഇഷ്ടനിറമായ കടും ചുവപ്പ് നിറത്തിലുള്ള സാരിയെടുത്ത് ഭംഗിയായി ചുറ്റി. മുടിയുണക്കി അവൻ വാങ്ങിച്ചു വെച്ചതിൽ ബാക്കിയുള്ള മുല്ലപ്പൂ എടുത്ത് തലയിൽ ചൂടി. നോക്കുമ്പോൾ അവൻ നല്ല ഉറക്കം. പതുക്കെ വാതിൽ തുറന്നു. മുന്നിൽ കടലാണ്. അരുണിനെന്നും പ്രിയം കടലുകളോടാണ്. ബീച്ച് റിസോർട്ടാണ് എപ്പോഴും ബുക്ക് ചെയ്യാറും. പുറത്തേക്കിറങ്ങി കടൽ തീരം ലക്ഷ്യമാക്കി നടന്നു. കല്യാണം കഴിഞ്ഞ് കൂട്ടുകാരികളുമായുള്ള ഗെറ്റ് ടുഗദറും കഴിഞ്ഞ് നാളെ എത്തൂ എന്ന് പറഞ്ഞിരുന്നെങ്കിലും മോളെ വിളിച്ച് സംസാരിച്ചു. മഹിയേട്ടനോട് കുഴപ്പമൊന്നുമില്ല, സുഖമായിരിക്കുന്നു, എല്ലാവരും ഒപ്പമുണ്ട്. നാളെ വീട്ടിലെത്തിയിട്ട് വിളിക്കാമെന്ന് വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ എന്തോ ഒരു വിങ്ങൽ അനുഭവപ്പെടുന്നു. മനസ്സ് ഓർമ്മകളിലൂടെ ഊളിയിട്ടു. അവളെക്കാൾ 10 വയസ്സ് മൂപ്പുള്ള മഹിയേട്ടനുമായുള്ള വിവാഹം കഴിഞ്ഞിട്ട് വർഷം 7 കഴിഞ്ഞിരിക്കുന്നു. പ്രായ കൂടുതലും അവളുടെ സങ്കല്പത്തിനൊത്ത സൗന്ദര്യവും ഇല്ലാഞ്ഞിട്ടും വീട്ടുകാരുടെ നിർബന്ധത്തിലാണ് കല്യാണം നടന്നത്. വിവാഹശേഷം പൊന്നുപോലെയാണ് അദ്ദേഹം തന്നെ നോക്കിയിരുന്നത്. മോളുകൂടി ജനിച്ചപ്പോൾ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. തന്നെയും മോളെയും ഒറ്റയ്ക്കാക്കി പ്രാണവേദനയോടെയാണ് അദ്ദേഹം മടങ്ങിപ്പോകാറ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുഖപുസ്തകത്തിലെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റുമായി അരുൺ അവളുടെ ജീവിതത്തിലേക്ക് എത്തുന്നത്. മഹിയേട്ടൻ്റെ പ്രായക്കൂടുതലും അവരുടെ ചേർച്ചയില്ലായ്മയും വിനീതയുടെ സൗന്ദര്യവർണ്ണനകളുമായി അരുൺ പതുക്കെ അവളിലേക്കടുത്തു. അരുണും വിവാഹിതനാണ്. ഭാര്യ ലക്ഷ്മി വിദേശത്ത് നേഴ്സാണ്. പരസ്പരം പറഞ്ഞു മറിഞ്ഞും ആ ബന്ധം കൂടിക്കാഴ്ചകളിലും പിന്നീട് പരസ്പരം കൂടിച്ചേരലിലും എത്തി. ഒരു നെടുവീർപ്പോടെ വിനീത ഒഴിഞ്ഞ കോണിൽ കണ്ട ചാരു ബെഞ്ചിൽ ഇരുന്നു. ഓളം തല്ലൊന്ന് തിരയെ നിശബ്ദമായി നോക്കുന്നതിനിടയിലാണ് അമ്മ, കടല വാങ്ങമ്മ എന്നൊരു ശബ്ദം അവളെ തട്ടി ഉണർത്തിയത്. നോക്കുമ്പോൾ 19 20 വയസ്സുള്ള ഒരു തമിഴ് പെൺകുട്ടി. ഒരു കൈയിൽ കപ്പലണ്ടി പാക്കറ്റുകളും മറുകൈയിൽ ഒരു പൊടിക്കുഞ്ഞുമായി. വാങ്ങമ്മ, ഇനി 3 പാക്കറ്റേ ഉള്ളൂ. കയ്യിലൊരു പിഞ്ചു കുഞ്ഞിനെയും പിടിച്ചവൾ പറഞ്ഞു. അവളുടെ കയ്യിലിരുന്ന കപ്പലണ്ടി പാക്കറ്റുകൾ മുഴുവൻ വാങ്ങിയിട്ട് ഒരു 100ൻ്റെ നോട്ടെടുത്ത് വിനീത അവൾക്ക് നേരെ നീട്ടി. ബാക്കി കൊടുത്ത് അവളെ തടഞ്ഞുകൊണ്ട് വേണ്ട, ബാക്കി വെച്ചോളൂ എന്ന് വിനീത പറഞ്ഞു. വേണ്ടമ്മ, എന്നാലേ വേലയെടുത്ത് ഇവനെ പാക്കറതുക്ക് മുടിയും. വാഴ്ന്ന അഭിമാനത്തോടെ താൻ വാഴണമെന്ന് അമ്മ ചൊല്ലിക്കൊടുത്തിരിക്ക്. ഇവനെ മാസമായി ഇരിക്കുമ്പോൾ താൻ ഇവ அப்பா ஆக்சிடென்டில் பெட்டு இறந்து போயது. நிறைய பேர் வந்து ஹெல்ப் பண்ணுறதுக்கு. ஆனால் எல்லாருக்கும் என் உடல் தான் வேணும். സത്താലും അഭിമാനത്തോടെ താന്നാ സാവണം. അതിനാ പിച്ച കൂടെ എടുക്ക മാട്ടേ ഞാൻ. തമിഴും മലയാളവും കൂട്ടിക്കലർത്തി എന്തൊക്കെയോ പറഞ്ഞു. ബാക്കി രൂപയും തന്നെ ഏൽപ്പിച്ചു പോയ ആ പെൺകുട്ടിയെ നോക്കി തരിച്ചിരുന്നു പോയി വിനീത. അവളുടെ കാലിലൊന്ന് വീഴണം
എന്നവൾക്ക് തോന്നി. മരവിച്ച മൃതദേഹം കണക്കെ വർദ്ധിച്ച കുറ്റബോധത്തോടെ അവൾ നടന്നു റൂമിലെത്തി. കിട്ടിയതൊക്കെ വാരി വലിച്ച് ബാഗിലേക്കാക്കുമ്പോൾ കുളിച്ചിറങ്ങി വന്ന അരുണിൻ്റെ ചുണ്ടുകൾ അവളുടെ പിൻകഴുത്തിനെ സ്പർശിച്ചത്. തന്നെ തള്ളിമാറ്റി ബാഗുമായി ഓടുന്ന വിനീതയെ അമ്പരപ്പോടെ അരുൺ നോക്കി നിന്നു. പിറ്റേ ദിവസം നേരം പുലർന്നത് ഞാറക്കലെ മഹിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയോടാണ്. മഹിയേട്ട മാപ്പ് എന്നെഴുതി വെച്ച ആത്മഹത്യാക്കുറിപ്പും കയ്യിൽ വെച്ച് തൻ്റെ പൊന്നോമന മോളെയും കയ്യിൽ പിടിച്ച് എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നോ സ്വയം ആശ്വസിക്കണമെന്നോ അറിയാതെ ആ പാവം മനുഷ്യൻ നിന്നു. അരുണാണെങ്കിലോ പുതിയ വിനീതമാർക്കുള്ള തിരച്ചിലിൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ. ചില തെറ്റുകൾക്ക് മാപ്പില്ല. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വിനീതമാരും അരുൺമാരുമൊന്നും മാപ്പ് അർഹിക്കുന്നുമില്ല. പക്ഷേ എല്ലാ തെറ്റിനും ആത്മഹത്യ മാത്രമല്ല പരിഹാരമെന്ന് പലരും തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ തെറ്റിനെ തെറ്റുകൊണ്ട് തന്നെ തിരുത്താൻ ശ്രമിക്കുകയാണ് പലരും. ഇവിടെ അരുൺമാർ സധൈര്യം വിലസുമ്പോൾ കുടുംബത്തിനായി ചോരയും നീരും വറ്റിക്കുന്ന എത്ര മഹിമാർക്ക് തങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുന്നുണ്ടാകും. എത്ര കുഞ്ഞുങ്ങൾ അനാഥരാകുന്നുണ്ടാകും. ആത്മഹത്യയിലൂടെ വിനീത ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയപ്പോൾ എത്ര ലക്ഷ്മിമാർ ചതിക്കപ്പെടുകയാണെന്ന് പോലും തിരിച്ചറിയാതെ ഭർത്താവിനെ ദൈവമായി കണ്ട് ജീവിക്കുന്നുണ്ടാകും. ഏത് ബന്ധത്തിലായാലും വിശ്വസ്തത പുലർത്തുക. അതിൽ കവിഞ്ഞു വേറൊന്നും ഇല്ല. ചതിക്കാനും ചതിക്കപ്പെടാനും എളുപ്പമാണ്. പക്ഷേ ഇതിനൊന്നും നിൽക്കാതെ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കുകയാണ് അന്തസ്സ്, അല്ലേ? എന്നാണിനി ഇവരൊക്കെ ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കി ജീവിതം പഠിക്കുക. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.